ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 മെയ് മാസ ഫലമാണ്. മെയ് മാസത്തിൽ വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അത് നേരിട്ട് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. ഗ്രഹനില നോക്കുന്നതിന്, അതായത് വിവാഹ തടസ്സമായാലും, കടം വീടുന്ന കാര്യം, തൊഴിൽ കിട്ടുന്ന കാര്യം, വിദ്യാവിജയം, പ്രണയം, അതുപോലെ ദാമ്പത്യ ജീവിതത്തിലെ സന്തുഷ്ടമായ കുടുംബജീവിതം, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളെക്കുറിച്ച് ഗ്രഹനില നോക്കി മാർഗനിർദ്ദേശം നൽകുന്നതാണ്. വൃശ്ചികം രാശിക്കാർക്ക് മെയ് മാസത്തിൽ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ വന്നു ചേരും. അതായത് വൃശ്ചികം രാശിക്ക് ഇപ്പോൾ 7-ാം ഭാവം, ദാമ്പത്യ ഭാവത്തിൻ്റെ അധിപൻ കൂടിയായിരിക്കുന്ന ആ ശുക്രൻ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ മാളവ്യ യോഗപ്രദനായിട്ട് നിന്നുകൊണ്ട് രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യും. അപ്പോൾ പൊതുവെ ആരോഗ്യം തൃപ്തികരമായി. അതായത് വൃശ്ചികം രാശിയിലേക്ക് പ്രബല ഗ്രഹങ്ങളിൽ ഒന്ന് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നു. അതിനാൽ മറ്റ് ദോഷങ്ങളൊക്കെ മാറി ഏതാനും ദിവസങ്ങളെങ്കിലും ഈ മെയ് മാസത്തിൽ സർവ്വ ഐശ്വര്യങ്ങളോടും കൂടി ജീവിക്കുവാൻ യോഗമുണ്ട്. എല്ലാവർക്കും എന്നും ഒരു പ്രശ്നം വരികയില്ല, അങ്ങനെയല്ലല്ലോ. എങ്കിലും പൊതുവെ നല്ല ഒരു മാസമാണ് ഈ ശുക്രൻ്റെ സ്ഥിതി കൊണ്ട് കണക്കാക്കുന്നത്. അതായത് ശുക്രൻ എന്ന് പറയുമ്പോൾ അത് തേജസ്സിൻ്റെയും ഓജസ്സിൻ്റെയും അതുപോലെ തന്നെ കാര്യക്ഷമതയുടെയും ഒക്കെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു ഗ്രഹമാണ്. അത് പ്രബലനായിട്ട് രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പം ആരോഗ്യം മെച്ചപ്പെടുന്നതോടൊപ്പം സമൂഹത്തിൽ ചില സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ വന്നു ചേരും. അത് ഓരോ വ്യക്തികളും സമൂഹത്തിൽ ഇടപെടുന്ന രംഗം ഏതാണോ അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ സമുദായ സന്നദ്ധ സംഘടനകളിലോ സാമൂഹ്യ സന്നദ്ധ സംഘടനകളിലോ ഒക്കെ പ്രവർത്തിക്കുന്ന, സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുവാനായിട്ട് പ്രവർത്തിക്കുന്നവർക്ക് ചില സ്ഥാനമാനങ്ങൾ വന്നു ചേരും. അത് ഈ മാസം അധികാരമൊക്കെ വന്നു ചേരുവാൻ അങ്ങനെ യോഗമുണ്ട്. ഒരു മിലിറ്ററി ഓഫീസർ അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ പോലെയുള്ള അധികാരം കൈകാര്യം ചെയ്യുന്നവരാണെങ്കിലും ആ അധികാര സ്ഥാനത്ത് ഒന്ന് തിളങ്ങുന്നതിന്, അതിന് ചില തീരുമാനമെടുക്കുന്നതിന്, ചില ഉത്തരവുകൾ പുറപ്പെടുവിക്കുക, ഇത് ഗവൺമെൻറ് ജോലിയിലൊക്കെ ഇരിക്കുന്നവർക്കും അതുപോലെ തന്നെയാണ് പ്രൈവറ്റ് മേഖലകളിൽ ഉയർന്ന പൊസിഷനിൽ ഇരുന്നു കൊണ്ട് സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നവർ, ഡയറക്റ്റ് ചെയ്യുക. അത് പല രീതിയിലാണ്. ഇടപാടുകാരുമായിട്ടും സഹപ്രവർത്തകരുമായിട്ടും മറ്റ് വർക്കേഴ്സും ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു ശ്രമകരമായ കാര്യമാണ്. അതിൽ തിളങ്ങുവാൻ ഈ വൃശ്ചികം രാശിക്കാർക്ക് സാധിക്കും. അധ്യാപകർക്കും IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഈ ശുക്രൻ സപ്പോർട്ടീവാണ്. കൂടാതെ കലാകാരന്മാരായിരിക്കുന്നവർ, സ്റ്റേജ് പ്രോഗ്രാമുകളോ സിനിമയോ സീരിയലോ മാത്രമല്ല, അഭിനയിക്കുന്നവർ മാത്രമല്ല, അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർ, ഉപകരണ സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നവർ, ബ്യൂട്ടീഷ്യന്മാർ, വസ്ത്രാലങ്കാരം ചെയ്യുന്നവർ, വാഹനങ്ങളുടെ ഡിസൈൻ ചെയ്യുന്നവർ, വീടുകളുടെ ഡിസൈൻ ചെയ്യുന്നവർ, ആർക്കിടെക്റ്റേഴ്സ്, അങ്ങനെ പോകുന്നു വലിയ നീണ്ട നിര. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കാരകത്വം കൂടി ഉള്ളതിനാൽ വാഹനം വളരെ ഉത്തമമായ വാഹനം വന്നു ചേരുന്നതിനോ, അതുപോലെ തന്നെ വാഹനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. ഒരു മെക്കാനിക്കായാലും, അത് ഒരു വാഹനം നിർമ്മിക്കുന്ന കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ, അതിന് ഡയറക്ഷൻ കൊടുക്കുന്നവർ, അത് നിരവധി കാര്യങ്ങളുണ്ട്. വണ്ടിയുടെ ഇലക്ട്രിക്കൽ ഭാഗങ്ങൾ, ഇലക്ട്രോണിക്കൽ ഭാഗങ്ങൾ, മറ്റ് എൻജിൻ ഭാഗങ്ങൾ ഒക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക്, ബോഡി ബിൽഡേഴ്സ്, അങ്ങനെ നോക്കുമ്പോൾ നിരവധിയായ തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ ശുക്രൻ്റെ അനുഗ്രഹത്താൽ ഈ
വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് സമ്പൂർണ്ണ വിജയങ്ങളാണ് വന്നു ചേരുക. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും പൂർണ്ണമായിട്ട് അനുകൂലമാണ്. രാശ്യാധിപൻ കൂടിയായിരിക്കുന്ന ചൊവ്വ അത് സൈന്യാധിപനാണ്, തേജസ്സിൻ്റെ ഗ്രഹമാണ്, ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഗ്രഹമാണ്. അത് രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നു. അതും വളരെ നല്ലതാണ്. സുഹൃത്തുക്കളുടെയും സഹോദരസ്ഥാനികളുടെയും ഒക്കെ ഒരു സഹായവും നോട്ടവും എപ്പോഴും നമുക്ക് നന്മ വരുവാനായിട്ടുണ്ടാകും. കടങ്ങളൊക്കെ വീടുന്നതിന് യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർ അലസത വന്നു പെടാതെ വളരെ ശ്രദ്ധിക്കണം. കാര്യക്ഷമമായ രീതിയിൽ പഠനത്തിൽ ശ്രദ്ധിക്കുവാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിക്കുന്നിടത്തോളം അവർക്കും പോസിറ്റീവായ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിനും വളരെ അനുകൂലമായിരിക്കുന്ന സമയം. സ്വന്തം നാട് വിട്ടൊക്കെ പോയി തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ട് വരുന്ന സമയമാണ്. രാശ്യാധിപൻ കൂടിയായിരിക്കുന്ന ജലരാശിയുടെ അധിപനായിരിക്കുന്ന ആ ചൊവ്വാഗ്രഹം പൂർണ്ണ ബലവാനായിട്ട് സ്ഥാനഭ്രംശസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ സ്വന്തം നാട് വിട്ട് മാറി നിന്ന് പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഈ മെയ് മാസത്തിൽ അനുകൂലമാണ്. സാമ്പത്തിക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരും സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നവരും നിയമപരമായ കാര്യങ്ങളിൽ എഗ്രിമെൻ്റ് പേപ്പറുകളിലൊക്കെ ഒപ്പുവെക്കുന്നവരും ഒക്കെ വളരെയധികം ശ്രദ്ധയും കാര്യക്ഷമതയും നിയമ ഉപദേശം തേടുന്നതും ഒക്കെ വളരെ ഉത്തമമാണ്. ഏറ്റവും പ്രധാനമായിട്ട് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പോയി, അതായത് കഷ്ടതയൊക്കെ അനുഭവിക്കുന്നവരായാലും അല്ലാത്തവരായാലും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി അനുസരിച്ച് ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ അനുകൂലമായിട്ട് കാര്യങ്ങളൊക്കെ വരുവാൻ ഉത്തമമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.